കയ്യൊപ്പ്. കേരളീയ വാസ്തുശില്പകലയിൽ പ്രശസ്തനായ കോഴിക്കോട് ജില്ലയിലെ ബിലാത്തിക്കുളത്തുള്ള ജയനാണ് ഇന്ന് കയ്യൊപ്പിൽ തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. ആഡംബരങ്ങൾക്കും അനുകരണങ്ങൾക്കും പുറകെ പോവാതെ നമ്മുടെ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുയോജ്യമായ രീതിയിൽ കെട്ടിടങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന ജയൻ ബിലാത്തിക്കുളവുമായി സി കൃഷ്ണകുമാർ നടത്തിയ അഭിമുഖ സംഭാഷണം കേൾക്കാം. ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, കേരളീയ വാസ്തുശില്പ കലയോട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു താല്പര്യം വന്നത്? ഞാൻ ബേസിക്കലി ആർക്കിടെക്റ്റ് അല്ല എന്നുള്ളതാണ്. ഞാൻ അക്കാദമിക് ലെവലിൽ ആർക്കിടെക്റ്റ് അല്ല. കാരണം അക്കാദമിക് ലെവലിൽ ഒരു SSLC ഒരു 6 പ്രാവശ്യം തോറ്റ ഒരാളാണ്, 7ാമത്തെ പ്രാവശ്യം പാസ്സായ ആളാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ആർക്കിടെക്റ്റ് എന്ന ഒരു ടെക്നിക്കൽ വേർഡ് എനിക്ക് യോജിക്കുന്നതല്ല. അതായത് ആർക്കിടെക്ചർ പഠിക്കുകയൊന്നും ചെയ്തില്ല. അതിന് കാരണം ആർക്കിടെക്ചർ പഠിക്കാൻ ഇഷ്ടമില്ലായിട്ടില്ല, ഒന്നും പഠിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എല്ലാം സ്വന്തമായിട്ട് നമ്മൾ ആലോചിച്ച് ചെയ്യുക, അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റിലാണ് എൻ്റെ ഡിസൈനിങ് എല്ലാം വരുന്നത്. എനിക്ക് സ്വന്തമായിട്ടൊരു ഓഫീസ് വേണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. കാരണം ഇന്റീരിയർ ഡെക്കറേഷൻ്റെ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന കാലത്ത് അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ മുത്തശ്ശന്മാരുണ്ടാക്കിയ 125 വർഷം പഴക്കമുള്ള ഒരു പഴയ വീട്, അങ്ങനെ മെയിൻറ്റെയിൻസ് ഒന്നുമില്ല. നമുക്കറിയാലോ, പണ്ടത്തെ വീടൊന്നും മെയിൻറ്റെയിൻ ചെയ്യില്ല, എപ്പോഴെങ്കിലും ഒന്ന് പൊടിയെട്ടിങ്ങിലായി. അപ്പോൾ അങ്ങനെയുള്ളൊരു വീട് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീട് ഇങ്ങനെ പൊളിഞ്ഞെടുക്കുമ്പോൾ അതൊന്ന് നന്നാക്കി എടുത്താൽ എനിക്ക് ഓഫീസാക്കാം എന്ന് തോന്നി. അപ്പോൾ അത് നന്നാക്കുമ്പോൾ നമ്മൾ കുറേ കൂടി അതിൽ ഐഡിയലായിട്ടും ആർക്കിടെക്ചറലായിട്ടും അല്ലെങ്കിൽ ഡിസൈൻ പരമൊക്കെ ആയിട്ട് നമ്മൾ കുറച്ചും കൂടി നന്നാക്കി ചെയ്യാനുള്ളൊരു ശ്രമം നടത്തി. അപ്പോൾ ആ വീട് പലർക്കും ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. അപ്പോൾ പലരും പറഞ്ഞു, ഞങ്ങളുടെ അടുത്തും ഇങ്ങനെ ഒരു പഴയ വീടുണ്ട്, ഇതിങ്ങനെ ആക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ആക്കാമല്ലോ. അങ്ങനെ പഴയ ഒരുപാട് വീടുകൾ നമുക്ക് റിനോവേറ്റ് ചെയ്യാനും അതിൽ അവർക്ക് നമ്മൾ ഐഡിയാസ് കൊടുക്കാനും അതിൽ മരത്തിന് പകരം ഉപയോഗിക്കാവുന്ന പല സാങ്കേതികമായിട്ട് ഫെറോസിമെന്റിലൊക്കെ ഉണ്ടാക്കുന്ന പലതരം സബ് മെറ്റീരിയലുകൾ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. അത് മരത്തിൻ്റെ അതേ ഭംഗി 1/3 കോസ്റ്റിൽ നമുക്ക് ആളുകൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആളുകൾക്ക് ചാരുപിടി അല്ലെങ്കിൽ കൂത്തമ്പലങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള നൃത്തരൂപങ്ങൾ, ശില്പങ്ങൾ, കൊത്തുപണികൾ, ട്രഡീഷണൽ കേരള ആർക്കിടെക്ചറിലെ എലമെൻറ്റുകൾ, ഇതെല്ലാം തന്നെ നമുക്ക് ഫെറോസിമെന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അപ്പോൾ അത് ഉണ്ടാക്കിയെടുത്ത് ആ വീട്ടിലെ പല ഭാഗങ്ങളും അത് ഡിസ്പ്ലേ ചെയ്തു, എക്സിബിറ്റ് ചെയ്തു. അങ്ങനെ ഒരു സമയത്ത് ആ വീട്ടിലേക്ക് കേരളത്തിൻ്റെ പുറത്തുനിന്നും ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അന്ന് ഞാൻ കോഴിക്കോട് 5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു ഓഫീസ് തുടങ്ങാൻ, അപ്പോൾ എല്ലാവരും ചോദിച്ചു, ഇവിടെ ആര് വരാനാ എന്ന് ചോദിച്ചു. ഞാൻ അവിടെ ആരും വരാനില്ലെങ്കിലും എനിക്ക് വേറെ തുടങ്ങാനുള്ള സാമ്പത്തികമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ തുടങ്ങിയതാണ്. പഴയ ഒരു പാരമ്പര്യത്തിൻ്റെ പകർപ്പായിട്ടുള്ള ആ വീട് നിലനിർത്താനും അതിലൂടെ ആളുകളോട് എനിക്ക് സംവദിക്കാനും ആളുകൾക്ക് വിഷ്വലായിട്ട് കാണാനും പറ്റുമ്പോൾ അവർക്ക് എന്നിൽ വിശ്വാസം വരേണ്ടത്. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റാക്ക് മറ്റേത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം അവരിലുള്ളതുകൊണ്ട് ആ വിശ്വാസമാണ് എന്നെ രക്ഷിച്ചത്. അപ്പോൾ ആ വിശ്വാസം ഞാനിപ്പോഴും ആളുകളിലേക്ക് അത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ ഒരു ആർക്കിടെക്ചർ ഗാലറി ഉണ്ടാക്കുന്നുണ്ട്. അതൊരു പുഴേൻ്റെ തീരത്താണ് ഉണ്ടാക്കുന്നത്. അവിടെ എല്ലാവർക്കും വീടുണ്ടാക്കുന്നതൊക്കെ അവിടെ വന്ന എല്ലാ ഐഡിയാസും കിട്ടണം. അത് വെങ്ങളത്താണ്. വെങ്ങളത്തൊരു പുഴേൻ്റെ തീരത്ത് പഴയ ശൈലിയിലുള്ള ഒരു പരമ്പരാഗത നിർമ്മാണ രീതിയിൽ ഒരു ആർക്കിടെക്ചർ ഗാലറി സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വീടുണ്ടാക്കുന്ന ആൾക്കാർ, ഞാൻ അവരെ വീട് വരയ്ക്കണമെന്നോ എനിക്ക് ഡിസൈൻ ചെയ്യണമെന്നോ ഒന്നും ഇഷ്ടമില്ല. പക്ഷേ അവർ വീടുണ്ടാക്കുന്നത് ആരെക്കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിലും മുൻകൂട്ടി അറിയേണ്ട കേരളത്തിൻ്റെ കാലാവസ്ഥയെ അതിജീവിക്കുന്ന പ്രൊട്ടക്റ്റഡ് റൂഫുള്ള വീടുകൾ എങ്ങനെ ഉണ്ടാക്കാം, അല്ലെ എന്താണ് വീട്, എങ്ങനെ ആയിരിക്കണം വീട് എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു നേർക്കാഴ്ച നമ്മളവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പലപ്പോഴും നമുക്കറിയാം, ഒരു വീട് ഡിസൈൻ ചെയ്യാൻ വരുന്ന ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരോടിപ്പം ആർക്കിടെക്ചറിന് മുന്നിലോ ഡിസൈനറിന് മുന്നിലോ ആരും മുന്നിലിരിക്കാനും നമ്മൾ 350 450 ആണോ എന്ന് വെച്ചാൽ വന്ന ക്ലയൻറ്റ് ചിലപ്പോൾ ഒരു ചമ്മലിൻ്റെ ഭാഗത്തായി പറയും, ഒരു 450 ഒരു 550 ആയിക്കോട്ടെ പറയും. ഈ 450 എന്താണോ 550 എന്താണോ അവർക്കറിയില്ല. ഫൂട്ടളവിലാണെങ്കിൽ പിന്നെ അറിയാൻ പറ്റും. അപ്പോൾ അളവുകൾ ആദ്യം പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ആവശ്യം. അപ്പോൾ എൻ്റെ അടുത്ത് ഡിസൈൻ ചെയ്യാൻ വരുന്ന ആൾക്കാരോട് ഞാൻ പറയാം, ആദ്യം നിങ്ങൾ ഒരു വീട് വെറുതെ റഫായിട്ട് വരച്ചുകൊണ്ടിരുന്നു. അതിൽ അളവുകൾ വേണ്ട, ഒന്നും വേണ്ട. നിങ്ങളെ മനസ്സിലുള്ളൊരു വീട് എനിക്ക് നിങ്ങൾ വരച്ച് 2 3 പാറ്റേൺ വരച്ചുകൊണ്ട് വന്നാൽ നിങ്ങളുടെ മനസ്സിലെ വീട്ടിലേക്കുള്ള പ്രവേശനം എനിക്ക് വളരെ എളുപ്പമാകും. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾക്ക് അവരുടെ മനസ്സിലുള്ള ഐഡിയാസ് അത് വികലമാണെങ്കിൽ അത് ഭംഗിയാക്കി എടുക്കാനും, അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് വളരെ കംഫർട്ടാണ്, അത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഒന്നുകൂടി സന്തോഷം ഉണ്ടാവും, അവരുടെ മനസ്സിലുള്ള വീടായി മാറും. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിലാണ് നമ്മൾ ആർക്കിടെക്ചർ. അതായത് ആൾക്കാരൊരു ഇൻവോൾവ്മെന്റ് വേണം അല്ലേ വീടിന്. മറ്റത് പലപ്പോഴും ഏതെങ്കിലും ഒരു എഞ്ചിനീയർ രൂപകൽപ്പന ചെയ്യുന്നു, നമ്മളതിൽ താമസിക്കുന്നു. അപ്പോൾ അതിലൊരു അറ്റാച്ച്മെന്റ് ഇല്ല. മാത്രമല്ല ആ എഞ്ചിനീയർ രൂപകൽപ്പന ഇതിലെ ഫോൾട്ടൊക്കെ അയാളെ കുറ്റം പറയാനുള്ള ഉപാധിയാക്കി മാറ്റും ചെയ്യും. അദ്ദേഹത്തിന് 100 വീടുള്ള ഒരു വീടാണ്. വീടുണ്ടാക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഒരു വീടാണ്. അപ്പോൾ ആ വീട്ടിൽ അയാളുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കേണ്ടത്. ഡിസൈനറുടെ താല്പര്യങ്ങൾ പരിമിതി. ഡിസൈനർ എന്തൊക്കെ ചെയ്യേണ്ടെന്ന് മാത്രമേ പറയേണ്ട ആവശ്യമുള്ളൂ, എന്തൊക്കെ ചെയ്യണമെന്ന് വീട്ടുകാരൻ പറഞ്ഞാൽ മതി. അതാ ഞാൻ പറയുന്നത്. ഇപ്പോൾ ബാൽക്കണി, ഒരു വീട്ടിൽ ബാൽക്കണീൻ്റെ ആവശ്യമില്ല. കാരണം ഒരു ബാൽക്കണി എന്ന് പറഞ്ഞാൽ അതൊരു കെണിയാണ്.
ആ ബാൽക്കണിയിൽ ഇന്നേ വരെ ആരും ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല. വീട്ടുകൂടലിന് ശേഷം ആ ബാൽക്കണി എന്നേക്കുമായി കൊട്ടി അടയ്ക്കപ്പെടും. അതിന്റെ പിന്നിൽ ഒരു വലിയ പട്ട വെച്ച് താഴിട്ട് പൂട്ടി വെക്കും. കാരണം അതിൽ ബാലന്മാരെ അവൻ പുറത്ത് വീണ് തല പൊട്ടി ചാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു ബാൽക്കണിയായി മാറും. അപ്പോൾ വീടിന് വേണ്ടാത്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുക. സ്റ്റഡി റൂം, പല ആൾക്കാരും ഡിസൈൻ ചെയ്യാൻ പറയും, ഞങ്ങൾക്കൊരു സ്റ്റഡി റൂം വേണം. എന്താ കാര്യം? 6 മണിക്കൂർ കുട്ടികൾ 7 മണിക്കൂർ കഷ്ടപ്പെട്ട് ഒരു പള്ളിക്കൂടത്തിൻ്റെ സ്റ്റഡി റൂമിൽ 4 ചുമരിനുള്ളിൽ പഠിക്കുക. അതും കഴിഞ്ഞ് പിന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ പിന്നെയും സ്റ്റഡി റൂമിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിന്ന് ഓരോ ലെവലിലെത്തിയുള്ള നേതാക്കന്മാരായാലും മറ്റ് രംഗത്തുള്ള പ്രശസ്തരും പ്രഗത്ഭരായ ആളുകളൊന്നും സ്റ്റഡി റൂമിൽ നിന്ന് പഠിച്ചവരല്ല. ഓർഡിനറി സ്കൂളിങ്ങും ഓർഡിനറി പഠനവും ഓർഡിനറി ലെവലിൽ ജീവിച്ച ആളുകളാണ് പലപ്പോഴും വലിയ ലെവലിൽ എത്തിയിട്ടുള്ളത്. അത് എ ആർ റഹ്മാൻ മുതൽ സച്ചിൻ തെണ്ടുൽക്കർ വരെ. അപ്പോൾ സ്റ്റഡി റൂമുകൾ നമുക്ക് ഒഴിവാക്കി അത്രയും സ്ക്വയർ ഫീറ്റ് ലാഭമായി. താങ്കൾ പൊതുവെ നടുമുറ്റത്തിനെ അനുകൂലിക്കുന്നില്ല അല്ലേ? എതിരായിട്ടാണ് സംസാരിക്കുക. കാരണം നടുമുറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളതൊക്കെ തന്നെ പഴയ നാലുകെട്ടുകളിലും പണ്ടത്തെ വീടുകളിലാണ്. അന്ന് ആ നടുമുറ്റം ഉണ്ടാവാനുള്ള കാരണം ഒന്ന് പ്രോപ്പറായിട്ടുള്ള വെളിച്ചവും കാറ്റും വെന്റിലേഷനും, അതായത് വൈദ്യുതി കണ്ടുപിടിക്കാത്ത കാലഘട്ടത്തിൽ വീടിന്റെ നടുത്തളത്തിലേക്ക് വെളിച്ചം വരണം. പിന്നെ അന്ന് ഒരുപാട് ആൾക്കാർക്ക് താമസിക്കാൻ റൂമുകൾ ഉണ്ടാക്കില്ല, ആളെണ്ണി റൂം ഉണ്ടാക്കില്ല. മാസ്റ്റേഴ്സിന് മാത്രമേ ബെഡ്റൂമുള്ളൂ. ബാക്കിയുള്ള അന്തേവാസികൾ മുഴുവൻ ഈ നടുമുറ്റത്തിന്റെ വരാന്തയിലാണ് കിടക്കുക. വേനൽക്കാലത്ത് ഈ ക്രോപ്പ് ഉണക്കാനുള്ള ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ നടുമുറ്റത്തിന്റെ തളങ്ങൾ. അപ്പം നടുമുറ്റം അന്ന് ആ രീതിയിൽ ഉണ്ടാക്കപ്പെട്ട ഒരു സാങ്കേതികതയാണ്. പിന്നെ അന്നത്തെ റൂഫിന്റെ അന്നത്തെ ഡിസൈൻ അങ്ങനെയാണ്. കാരണം ചെറിയ ചെറിയ കഴുക്കോലുകളിൽ ഇരുത്തിയിട്ടാണല്ലോ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത്. വലിയ സ്പാനിൽ ഉണ്ടാക്കുന്നില്ല. അതിന് ഒരു 6 അടി താഴ്ചയിലൊക്കെ ഈ നടുമുറ്റങ്ങൾ താന്നു വരും. അപ്പോൾ ആ നടുമുറ്റത്ത് വെള്ളം കറക്റ്റായിട്ട് വലിയ ഓത്തി കൂടെ പുറത്തേക്ക് പോവുകയും ഒരു ശല്യം ആ കാലത്ത് അത്തരം വീടുകളുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് നടുമുറ്റങ്ങൾ പ്രാക്ടിക്കലി സക്സസ് ആയിരുന്നു. ആ നടുമുറ്റത്തിന്റെ സ്ലോപ്പ് കിടക്കുന്നത് 6 അടിയിലാണ്. നമ്മൾ ഇപ്പോഴത്തെ നടുമുറ്റത്തിൻ്റെ സ്ലോപ്പ് കിടക്കുന്നത് 9 അടിയിലാണ്. ആ 9 അടിയിൽ നിന്നുള്ള വെള്ളം നിറയെ ഈ ഇറയത്തുങ്ങൾ മുഴുവൻ വീണിട്ട് അവിടെ മുഴുവൻ ജലപ്രളയമായി മാറും. ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഈ മോഹൻലാലിൻ്റെ വരിക്കാശ്ശേരി മനയും ദേവാസുരം ഒക്കെ കണ്ടിട്ട് അത്തരം സിനിമകളിൽ നിന്നൊക്കെ ഉണ്ടായ ഒരു ഇൻഫ്ലുവൻസ് ആണ്. അല്ലാണ്ട് മലയാളി നടുമുറ്റായി ബന്ധം വലിയൊരു പടിഞ്ഞിറ്റിയും കൊലായും പഠിപ്പുരയ്ക്കുള്ള കൺസെപ്റ്റായിരുന്നു അന്നത്തെ ദുർലഭം വീടുകളിൽ. എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നില്ല അത്. അപ്പോൾ അതിൻ്റെ ഒരു ഫീലിങ്സിലാണ് ഈ നടുമുറ്റം എന്ന് പറയുന്ന സാധനം അകത്തേക്ക് വന്നത്. പലപ്പോഴും നടുമുറ്റങ്ങൾ വലിയ അബദ്ധമായി മാറാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നടുമുറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വീട്ടുകൂടൽ ക്ഷണിക്കാൻ വരുമ്പോൾ ആ വീടിൻ്റെ ഓണർ പറയും, ഞങ്ങൾ പിന്നെ നടുമുറ്റുള്ളൊരു വീടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആൾക്കാർ നടുമുറ്റുള്ള വീടാ, അത് ശരി, അപ്പോൾ ഒരുപാട് പൈസ ഉണ്ടാവില്ലേ. നടുമുറ്റുള്ള വീടാന്ന് കോൺട്രാക്ടർക്ക് വലിയ സന്തോഷമാണ്. കാരണം നടുമുറ്റുള്ള വീടാണ്, ഒരുപാട് സ്ക്വയർ ഫീറ്റ് കൂടും. അപ്പോൾ അദ്ദേഹം ആയിക്കോട്ടെ, നടുമുറ്റം നല്ലതാണ്, നല്ല വെളിച്ചം വരും, കാറ്റ് വരും ഒക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ നടുമുറ്റമൊക്കെ ഉണ്ടാക്കി ഇവർ ആ വീട്ടുകൂടലൊക്കെ ക്ഷണിച്ച് ആദ്യത്തെ ഏപ്രിൽ മാസത്തെ മഴ വരാൻ വേണ്ടി കാത്തിരിക്കും, നടുമുറ്റത്ത് ഈ പെയ്യുന്ന മഴ കാണാൻ വേണ്ടി. അപ്പം മഴക്കാർ കൂടിയാൽ തന്നെ ഭാര്യ ഭർത്താവിനൊക്കെ നോക്കി മഴക്കാറിനിട്ട് വേഗം വന്നോളിയേ, അപ്പം മഴ പെയ്യും. അപ്പോൾ ഭർത്താവ് വേണേ ലീവൊക്കെ എടുത്തിട്ട് ഈ മഴ കാണാൻ വേണ്ടി നടുമുറ്റത്തേക്ക് വരും. ഇവരെല്ലാം കൂടി ഇന്ന് മനോഹരമായ മഴ പെയ്യുന്നത് കാണും. ആ നടുമുറ്റത്തിൻ്റെ മിനുസമായ തറയോടുകളിലൊക്കെ വെള്ളം ചതറിത്തെറിക്കും. ഭാര്യയും ഭർത്താവും കൂടിയും വലിയ ചൂലെടുത്ത് ഇതെല്ലാം ക്ലീനാക്കി വൃത്തിയാക്കി വെക്കും. പിന്നെ നമ്മളെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ മൺസൂൺ വരും. മൺസൂണിൽ ഈ നടുമുറ്റങ്ങൾ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കും, കുടുംബ കലഹങ്ങൾ സൃഷ്ടിക്കും. കാരണം നടുമുറ്റത്തുള്ള തെറിക്കുന്ന വെള്ളത്തിൽ വീണ് അമ്മായിമ്മ ചിലപ്പോൾ തലടിച്ച് വീണ് തരും. അതോടുകൂടി ആ വീട്ടിലൊരു വലിയ പ്രശ്നം ഉണ്ടാവും. അങ്ങനെ അതൊരു വലിയ പ്രശ്നമായി അവസാനം എഞ്ചിനീയർ എടുത്തതിന് വീട്ടിലെത്തും. അപ്പോൾ എഞ്ചിനീയർ പറയും, നിങ്ങൾ നടുമുറ്റം വേണമെന്ന് പറഞ്ഞു, ഞാൻ നടുമുറ്റം ഉണ്ടാക്കി, അതിലിപ്പം വെള്ളം വരുന്നുണ്ട്, അതിനിപ്പോൾ ഒരു ഷീറ്റ് വെച്ച് അടച്ചാൽ മതി. അപ്പം ആ ഷീറ്റ് വെച്ച് അടയ്ക്കാനുള്ള ടെക്നീഷ്യൻ അന്വേഷിക്കണം. അയാൾ ലോകത്തെ ഏറ്റവും തിരക്ക് പിടിച്ച മനുഷ്യനായിരിക്കും. കാരണം അയാൾക്ക് ഒരുപാട് നടുമുറ്റങ്ങൾ അടയ്ക്കുന്ന ഒരാളാണ്. അങ്ങനെ അയാൾ വരുന്നതിൻ്റെ ഇടയിൽ വീണ്ടും ഇടവപ്പാതി വരും. ഇടവപ്പാതിയിൽ ഭീകരമായ ഇടിവെട്ടി പെയ്യുന്ന മഴയത്ത് ആ വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ നമ്മൾ പീഡിയക്കോലയിൽ സാധനം വാങ്ങാൻ മുമ്പേ പീഡിയക്കോലയിൽ നിൽക്കുന്നൊരു ഫീൽ ഉണ്ടാവും. ഇടി വെട്ടുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പീഡിയക്കോലയിൽ ഇങ്ങനെ തണുത്ത് പറിച്ച് മഴ പെയ്യുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ വീട്ടിൻ്റെ അകത്തിരിക്കേണ്ടി വരും. അതും കഴിഞ്ഞ് ജനുവരിയിൽ വരുന്ന വലിയൊരു പാറ്റേൻ്റെ സംസ്ഥാന മേളമുണ്ട്. ചെറിയ പാറ്റകൾ, ഈയാമ്പാറ്റകളുടെ സംസ്ഥാന മേളം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുണ്ടാവില്ല. ബാക്കി എല്ലാ സ്ഥലത്തെ ലൈറ്റും ഓഫ് ആക്കാം, പക്ഷെ നടുമുറ്റത്തെ ലൈഫ് ഒട്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വലിയ ഈയാമ്പാറ്റകളെ ശവപ്പുറം വഹിച്ച് ഈ നടുമുറ്റം പറ്റിയ ഒരു മാത്രം. അപ്പം അങ്ങനെ ആ നടുമുറ്റം ക്ലോസ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ആ നടുമുറ്റത്ത് നടക്കുന്ന ഓരോ നീക്കങ്ങളും ഏതൊരു കളറിനും തെങ്ങിന്റെ മുകളിൽ നിന്ന് റിയലൈസ് ചെയ്യാം. അവസാനം നമ്മൾ എന്താ വെച്ചാൽ ഈ ടെക്നീഷ്യൻ വരും, അയാൾ പറയും ഇതിന്റെ മുകളിൽ നമുക്ക് ഇത് അടയ്ക്കാം, ഇതൊരു പോളി കാർബണേറ്റ് ഷീറ്റ് ഇടാം. ആ ഷീറ്റ് ഒരു മെറ്റൽ ഡ്രസ്സിലൊക്കെ അടിച്ച് പാത്തിയൊക്കെ വെച്ച് വെള്ളം വെച്ച് ഈ ഷീറ്റ് ഇടും. പിന്നെ എന്തിനാണ് നമ്മൾ നടുമുറ്റം ഉണ്ടാക്കിയെന്നുള്ളതാണ് അതിൽ നിന്നുള്ള ചോദ്യം. മഴയും വരുന്നില്ല, കാറ്റും വരുന്നില്ല, ചൂടെടുത്തിട്ട് ഈ പോളി കാർബണേറ്റ് ഷീറ്റ് ഹീറ്റായിട്ട് ഹോട്ട് എയർ വീട്ടിനകത്തേക്ക് ഇറങ്ങും. അതോടുകൂടി ഈ നടുമുറ്റം ഒരു വലിയ ദുരന്തമായി മാറും. ഇതൊന്നും കൂടാതെ അടുത്ത മഴയത്ത് അതിഭീകരമായ ഒരു അവസ്ഥ ഉണ്ടാവും. നമ്മൾ ജുറാസിക് പാർക്ക് സിനിമ തുടങ്ങുമ്പോൾ കണ്ടില്ലേ, ചെറിയ ചെറിയ ശബ്ദങ്ങൾ കിടക്കിടക്കിടക്കിടെ, അതേമാതിരി മഴത്തുള്ളികൾ പിന്നെ പെരുമ്പറയായി പെയ്യും. ആ വീടിന്റെ താളം തന്നെ ഭീകരമായ മഴത്താളമായി മാറും. അതായത് ഒരു ഡ്രം അടിച്ച് കൂട്ടത്തോടെ എന്തൊക്കെയോ വീടിന് പോലെ അവർ കള്ളം വന്ന് നമ്മളെ ആരൊക്കെ തച്ചു വിളിച്ചാലും നമ്മളായിരിക്കും ആ പോളികാർബണേറ്റ് ഷീറ്റിന്റെ ഒച്ചയാണ്. അവസാനം ട്രെയിനിൻ്റെ അടുത്ത് വീടുണ്ടാക്കിയായിരിക്കും ഈ ഒച്ച ആ വീടിന്റെ ശബ്ദമായി മാറും.
അപ്പോൾ അനാവശ്യമായ ഒരു ഫാഷൻ്റെ അല്ലെ പാഷൻ്റെയൊക്കെ ഡിസൈൻ്റെ തെറ്റായ ഒരു കൺസെപ്റ്റിൻ്റെ പേരിലൊക്കെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് പകരം നേരെ കോലായിലെ വാതിലങ്ങ് പറഞ്ഞത് കോലായി പോയി കുത്തുന്ന അസൽ മഴ പുറത്ത് കാണാം. അത് കാണാതെ, അത് ശ്രദ്ധിക്കാതെ നമ്മൾ ഈ മഴേനെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുവരുന്ന നടുമുറ്റങ്ങൾ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള അബദ്ധപരമായ കാഴ്ചപ്പാടുകൾ നമ്മൾ ക്ലയൻറ്റിനെ, വീടുണ്ടാക്കുന്ന ആളെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോഴേ അവർക്ക് അവയർനെസ് ഉണ്ടാവും. അതെ, ഈ വീടിനെ സംബന്ധിച്ച് ഇതുപോലെ ഒരുപാട് തരത്തിലുള്ള നമ്മളുടെ അബദ്ധ ചിന്തകളുണ്ട്. അതൊക്കെ നമ്മളുടെ ഈ വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ചെലവ് കൂട്ടുന്നു, അല്ലെങ്കിൽ ആൾക്കാർക്ക് തീരാ കെണിയിലേക്ക് ആക്കുന്നു, കടക്കണിയിലേക്ക്. അതുപോലെ തന്നെ ആൾക്കാർക്ക് ഇപ്പോഴും ഒരു ധാരണ, ഒരു വീട് വെക്കാൻ എനിക്ക് എന്റെ ജീവിതകാലം കൊണ്ട് കഴിയുമോ എന്നുള്ളൊരു ചോദ്യം തന്നെ വരും. കാരണം 10-50 ലക്ഷം രൂപ കുറഞ്ഞിട്ടൊരു വീടിനെ ആലോചിക്കാൻ പറ്റില്ല. ചെലവ് കുറഞ്ഞ വീട് എന്നുള്ള ഈ ഒരു ആശയം ഈ ആൾക്കാരുടെ ഇടയിൽ ഇത് കൊണ്ടുവരാൻ, ഞാൻ ചെലവ് കുറഞ്ഞ വീടുകളല്ല ഞാൻ നിർമ്മിക്കുന്നത്. സത്യത്തിൽ ചെലവ് കുറഞ്ഞ ലോ കോസ്റ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ല. കാരണം ലോ കോസ്റ്റ് ആയിട്ട് നമുക്കൊന്നും നേടാനില്ല. മേസനോട് ഒരു 500 ആക്കാൻ പറ്റുമോ ചെയ്യൂല, സിമെന്റിന് 200 കിട്ടൂല. അപ്പൊ അങ്ങനെ ഒരു ലെവലിലും വീടുണ്ടാക്കുന്ന ഈ കല്ലടിക്കുന്നവരുടെ ഒരു 25 കല്ലിടണേ ഞാൻ ലോ കോസ്റ്റ് ഉണ്ട് ആരും തരാൻ പോലില്ല. അപ്പൊ ലോ കോസ്റ്റ് എന്ന പദം പോലും വീടിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത് തെറ്റാണ്. കാരണം ലോ കോസ്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഹൈ കോസ്റ്റിന് അല്ല തരും. കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ചെയ്യാന്നുള്ള കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു പഴയ വീട് പൊളിക്കുന്ന സ്ഥലത്ത് പോയി, അവിടെ പോയി കഴിഞ്ഞാൽ ചുരുങ്ങിയത് ആ വീട്ടിലൊരു 5 ജനലും 6 വാതിലും ഉണ്ടാവും. ഈ സാധനം നമുക്ക് ഒരു 1.5 ലക്ഷം രൂപ താഴെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. മരവും പൊളിയും പണിസാനൊക്കെ ചില്ലർ റിപ്പയർ ചെയ്താൽ അതൊരു 1.5 ലക്ഷം രൂപയ്ക്ക് ഫിനിഷ് ചെയ്യാനും പറ്റും. ഇതൊന്നും ആൾക്കാർ അത്ര യൂസ് ചെയ്യുന്നില്ല. ഇതൊന്നും ആൾക്കാർ യൂസ് ചെയ്യുന്നത് മോശമാണെന്ന് വിചാരിക്കുന്നത്. സീസൺ ചെയ്ത ആ സ്ട്രോങ് ആയിട്ടുള്ള മരം നമ്മൾ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ലാഭിക്കാൻ പറ്റും. അതേസമയം നമ്മൾ മരം എടുത്തു, ആശാരിനെ വെച്ചു, കാർപ്പൻട്രി വർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 3-4 ലക്ഷം രൂപയിൽ പോകുന്ന ബഡ്ജറ്റ് നമുക്ക് 1.5 ലക്ഷത്തിൽ താഴെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ജനൽ, വെന്റിലേറ്ററുള്ള ഒരു ജനലുണ്ടെങ്കിൽ ആ ജനൽ തിരിച്ച് തല കുത്താൻ വെച്ചാൽ അതിൻ്റെ അടിയിൽ ജിക്സോ കട്ട് ചെയ്ത് കുറച്ച് ഡിസൈൻ വെച്ചാൽ അത് കേരള സ്റ്റൈലിലേക്ക് മാറി. ഇനി വെന്റിലേറ്റർ ജനൽ നേരെ മുത്തന വെച്ച് വെന്റിലേറ്റർ ബ്രേക്ക് ചെയ്ത് അവിടെ ഒരു കളർ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ അതൊരു കൊളോണിയൽ ജനലായി. കൊളോണിയൽ തല കുത്തന വെച്ചാൽ കേരള തിരിച്ചു വെച്ചാൽ കൊളോണിയിലാവും. അത്രയേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള മെറ്റീരിയൽ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു മരം മുറിക്കാതെ നമുക്കൊരു വീടുണ്ടാക്കാം. എൻ്റെ ഓഫീസുകളോ വീടുകളോ ഒന്നും തന്നെ ഒരു മരവും മുറിക്കാതെ ഒരുപാട് മരങ്ങൾ ഉപയോഗിച്ച് ചെയ്ത ബിൽഡിങ്ങുകളാണ്. എൻ്റെ വെങ്ങളത്തുള്ള ഓഫീസ് കല്ലായി റെയിൽവേ സ്റ്റേഷൻ പൊളിച്ചാണ്. ഞാൻ താമസിക്കുന്ന വീട് കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസ് പൊളിച്ചാണ്. 150 വർഷം മുന്നേ ഉള്ള ആ ബിൽഡിങ്ങിൽ ഇംഗ്ലീഷുകാരുണ്ടാക്കിയ ജനലും വാതിലുകളും കൃത്യമായി റീസൈക്കിൾ ചെയ്ത് അതിൻ്റെ പലയന കൊണ്ട് തട്ടടിച്ചിട്ട് അതിൻ്റെ സ്റ്റെയർ കേസും ഉപയോഗിച്ചിട്ടാണ് എൻ്റെ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് ആളുകളെ കാണിക്കുകയും അവരെ കൺവിൻസ് ചെയ്യിക്കുകയും ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഞാൻ അത്തരം ഒരു വീട് താമസിച്ചാലേ എനിക്ക് മറ്റുള്ളവരുടെ അത്തരം വീടുകൾ തിരഞ്ഞെടുക്കാൻ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്തരം വീടുകൾ നമ്മൾ നിർമ്മിക്കുമ്പോൾ കോൺക്രീറ്റ് വീടുകൾ, കോൺക്രീറ്റ് അല്ലാതെ മെറ്റീരിയലിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. അതിൻ്റെ കാരണം വെച്ചാൽ ഈ കോൺക്രീറ്റ് അല്ലാതെ സബ്സ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺക്രീറ്റ് മഴ കൊള്ളിക്കാൻ പറ്റാത്ത പ്ലാസ്റ്റർ ഓഫ് പാരീസിനെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് മാത്രം. അതാണ് സമയം. ഇപ്പം നമ്മൾ ഈ ബീച്ച് റോഡിൽ പോവുകയാണെങ്കിൽ 150 കൊല്ലം മുന്നിലുള്ള ബീച്ച് ഹോസ്പിറ്റൽ ഇംഗ്ലീഷുകാരുണ്ടാക്കിയ ബിൽഡിംഗ്, വളരെ മനോഹരമായ സുന്ദരമായൊരു ബിൽഡിംഗാണ് ഈ ബീച്ച് ഹോസ്പിറ്റൽ. അതായത് നമ്മളെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കെട്ടിട നിർമ്മാണ രീതി അതാത് പ്രദേശങ്ങളെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി ചെയ്യുന്നതാണ് സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ്റെ ബേസിക് കോൺസെപ്റ്റ്. അല്ലാതെ ഇഷ്ടികയും ഇരുമ്പ് ഉപയോഗിക്കലല്ല. ഇംഗ്ലീഷുകാരോട് വന്നപ്പോൾ അവർ നമ്മളെ കാലാവസ്ഥയ്ക്ക് അനുകൂലമായ രീതിയിലുള്ള ഡിസൈൻസ് ഉണ്ടാക്കി. അപ്പോൾ ആ ബിൽഡിങ്ങുകൾ ഇപ്പോഴും നിൽക്കുന്നു. നമ്മളിവിടെ നേരെ കടപ്പുറത്ത് 50s 60s വന്ന ഒരു മോഡേൺ കൺസെപ്റ്റിൻ്റെ ഭാഗമുള്ള കോൺക്രീറ്റ് സ്ലാബും കെട്ടിടങ്ങളും സൺഷെയ്ഡുകളും. ഇപ്പോൾ ഇതിൻ്റെ ചുറ്റുള്ള സൺഷെയ്ഡുകൾക്ക് ആൽമരങ്ങൾ വളർന്നിട്ടുണ്ടാവും. അവിടെ കാക്കകൾ കാഷ്ടിച്ചിരുന്നുണ്ടാവും. അതിൽ നിന്നുള്ള വെള്ളം ജീർണിച്ചിട്ട് ലിൻഡലിലൂടെ നനഞ്ഞ് മരവും ജനൽവാതിലും ഒക്കെ ജീർണിച്ചിട്ടുണ്ടാവും. അപ്പം സണ്ണിന് എന്തിനാ ഷെയ്ഡ്? റെയിനല്ലേ ഷെയ്ഡ് ആവശ്യമുള്ളൂ. റെയിൻ ഷെയ്ഡുകളാണ് നമുക്ക് ആവശ്യം. ആ ബീച്ച് ഹോസ്പിറ്റൽ കംപ്ലീറ്റ് റെയിൻ ഷെയ്ഡുകളാണ്. ആ റെയിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ചരിഞ്ഞ ഷെയ്ഡുകളുണ്ട്. അത് വെറുതെ ഫ്ലാറ്റായി വെള്ളം പിടിച്ചു വെച്ച് ചെറിയ പൈപ്പ് കൂടെ ജലസേചനം നടത്തുന്ന മാതിരിയൊന്നും ഒരു ജലസംഭരണിയൊന്നും മഴവെള്ളം പിടിക്കാൻ വേണ്ടി വീടിൻ്റെ ചുറ്റും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതാണ് ഒരു വീടിനെ അല്ലെങ്കിൽ കോൺക്രീറ്റ് കോൺസെപ്റ്റിനെ ജീർണാവസ്ഥയിൽ എത്തിക്കുന്നത്. പഴയ കാലത്ത് എല്ലാ ബീച്ചിലുള്ള പോർട്ട് ഓഫീസ് ആണെങ്കിലും പഴയ ENDSന്റെ ബിൽഡിങ്ങുകളാണെങ്കിലും ഒക്കെ തന്നെ ഒരു മെയിൻ്റെനൻസും ഇല്ലാണ്ട് വളരെ വർഷങ്ങളോളം നിലനിൽക്കുന്നു. പക്ഷേ പുതിയ ഇപ്പം ഉണ്ടാക്കുന്ന ഫ്ലാറ്റുകൾ പോലും നമുക്കറിയാം ഒരു 3-4 വർഷം കൊണ്ട് ജീർണിച്ചു പോകുന്നു. അത് മാത്രമല്ല പല സ്ഥലത്തും ചോർച്ച പ്രത്യക്ഷപ്പെടുന്നു. വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് എന്താണ് ഒരു സൊല്യൂഷൻ? ഒരു കോൺക്രീറ്റിന് ഒരു ക്രാക്ക് വന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ? കോൺക്രീറ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസിനായിട്ടും കുറച്ചും കൂടി ഉറപ്പുള്ള മെറ്റീരിയലാണ്. അതെ അതെ. പ്ലാസ്റ്റർ ഓഫ് പാരീസ് 8 ദിവസം കൊണ്ട് പണി ചെയ്യും, കോൺക്രീറ്റ് 10 ദിവസം പണി ചെയ്യും. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പം ഈ കോൺക്രീറ്റ് മഴ കൊള്ളിക്കാതെ പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട ഒരു പ്രോഡക്റ്റാണ്. അതിൻ്റെ മുകളിൽ ഇരുമ്പിൻ്റെ ആംഗിളർ അടിച്ച് ഓടിട്ട് അതാണ് ഏറ്റവും ഒരു ഐഡിയൽ സൊല്യൂഷൻ. അല്ലെ പഴയ തെങ്ങ് കീർന്നിട്ട് അതിനെ കൊണ്ട് കഴുക്കോലും പട്ടിക ഉണ്ടാക്കി ഓടിട്ട് കഴിഞ്ഞാൽ ഈ കോൺക്രീറ്റ് കാലാകാലം ജീർണിക്കാതെ നിൽക്കും. തെങ്ങ് വളരെ വർഷങ്ങളോളം ജീർണിക്കാതെ അതും നിൽക്കും. ചൂടോ തണുപ്പോ ഈ ബിൽഡിങ്ങിനോ വീടിനോ ബാധിക്കില്ല. അപ്പോൾ ആ ബിൽഡിങ്ങിന് കുറേ കാലം നിലനിൽക്കും. ബീച്ച് ഹോസ്പിറ്റലിൻ്റെ മുകളിലെ വുഡൻ റൂഫാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. പല കോൺക്രീറ്റ് വീടുകളിലും കറണ്ട് ഉള്ള സമയത്ത് ഫാൻ ഉണ്ടായാൽ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം ഇപ്പം അടുത്ത കാലത്തായിട്ടൊക്കെ എയർ കണ്ടീഷണർ കിട്ടാനില്ലാത്തൊരവസ്ഥ കേരളത്തിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ കോൺക്രീറ്റ് വീട്
വീടുകളിൽ കുറച്ചൊന്ന് ഒരു വെളിച്ചം അല്ലെങ്കിൽ ഒരു എയർ സർക്കുലേഷൻ കിട്ടാൻ എന്താ ചെയ്യുക? കോൺക്രീറ്റ് വീടുകളിൽ ഈ ചൂട് കൂടാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ കോൺക്രീറ്റ് സ്ലാബുകൾ, പൂഴി, സിമെന്റ്, കമ്പി, കരിങ്കല്ല്, ഈ 4 മെറ്റീരിയലാണ് അതിലുള്ളത്. ഇത് 4ഉം ഹീറ്റ് നിലനിർത്തുന്ന മെറ്റീരിയലാണ്. ഇപ്പൊ കടലക്ക നമ്മൾ മൈദമാവിൽ വറക്കൂല, കടലക്ക പൂഴിയിലേ വറക്കുള്ളൂ. കാരണം പൂഴി ചൂടിനെ നിലനിർത്തും. അപ്പൊ ഈ പൂഴിയാണ് നമ്മൾ ഈ ബിൽഡിങ്ങിന് മുകളിൽ. ഇതേ സിമെന്റും ഇതേ കമ്പിയും ഇതേ കല്ലുമാണ് ഈ ഇതിന്റെ മുകളിൽ. ഇപ്പൊ ചൂടാവുന്ന റോ മെറ്റീരിയലാണ് മുഴുവൻ ഈ സാധനത്തിന് മുകളിൽ. ആ ചൂടാവുന്ന റോ മെറ്റീരിയൽ രാത്രി 1:30 മണിയാകുമ്പോൾ ഈ ചൂട് എപ്പോഴും താഴോട്ട് വരുന്ന ടെൻഡൻസി ഉണ്ട്. അപ്പൊ എപ്പോഴും ചൂട് ഒരു 1:30 മണിയാകുമ്പോൾ ഫാൻ കാറ്റടക്കം ഹോട്ട് ചേമ്പർ ആയിട്ട് റൂം കത്തിക്കാളുന്ന ഒരവസ്ഥ കേരളത്തിലെ വീടുകളിൽ കാണുന്നുണ്ട്. ഇതിനെ നമുക്ക് ഫലപ്രദമായി നേരിടാൻ പറ്റുന്ന 2 മാർഗങ്ങളാണ്. ഒന്ന്, മേൽ റൂഫിന്റെ മുകളിൽ 3 വരി കല്ല് വെച്ച് പൊന്തിക്കുക. അതിന്റെ മുകളിൽ ഒരു ട്രസ് റൂഫ് ഡിസൈൻ ചെയ്യാം. ഇരുമ്പിന്റെ ആംഗ്ലറോ പൈപ്പോ എന്തൊക്കെ ഉപയോഗിച്ചിട്ടും, ബീച്ചിലാണ് പൈപ്പ് പാടില്ല, ആംഗ്ലേഴ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ തെങ്ങിന്റെ കഴുക്കോൽ ഉപയോഗിക്കാം. അത് ഉപയോഗിച്ച് ഒരു പ്രൊട്ടക്ടർ റൂഫ് ഈ വീടിന് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് അതിന്റെ മുകളിൽ ടൈൽ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ചൂടിനെ കുറയ്ക്കാൻ പറ്റും. അപ്പൊ ആൾക്കാർ ചോദിക്കും, ചരിച്ച് വാർത്ത് ഓടിട്ടാൽ മതി. ചരിച്ച് വാർത്ത് ഓടുക എന്ന് പറയുന്നത് ശുദ്ധ വിഡ്ഢിത്തരാണ്. ഒരാൾക്ക് ഒരു പ്രശ്നത്തിനെ പറ്റി, ഒരു കാര്യത്തിന് കോൺക്രീറ്റ് ഐഡിയാസ് ഉണ്ട് എന്ന് പറയുന്നത്, കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായ സമപ്രതലത്തിൽ നിരപ്പായ സ്ഥലത്ത് സിമെന്റും കമ്പിയും പൂഴിയും മെറ്റലും തമ്മിലുള്ള സെറ്റിംഗ് ഏജന്റായ ജലവും ചേർന്നുള്ള മിശ്രിതം ആണ് കോൺക്രീറ്റ്. അതൊരു ഫ്ലാറ്റ് സർഫസിൽ മാത്രമേ അത് സെറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. ഒരു ചരിഞ്ഞ ലെവലിൽ കോൺക്രീറ്റ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ അതിന്റെ സെറ്റിംഗ് ഏജന്റായ ജലവും സിമെന്റും ഒന്നായിട്ടും കൂടെ അടിയിലേക്ക് ഊർന്നു പോകും. അവിടെ പിണ്ണാക്കുമായിട്ടൊരു അവസ്ഥയ്ക്ക് മുകളിലുണ്ടാവുക, വെറും കൽപ്പിണ്ണാക്ക്. അത് ആ കല്ലിന്റെ മറ്റിൽ കട നിൽക്കുക, അതിൽ മുഴുവൻ എയർ ഗ്യാപ്സുകളായും. അപ്പൊ കമ്പികൾ ജീർണിക്കാൻ തുടങ്ങും. ഏതെങ്കിലും ഒരു റോഡ് പൊട്ടിയാൽ ചരിഞ്ഞ വീടും ചോർന്നൊലിക്കുന്നു എന്ന് പറയുക ആൾക്കാർ. അപ്പൊ ചരിച്ച് വാർക്കുക എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിങ്ങിന്റെ കൺസെപ്റ്റിനെതിരാണ്. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ ഫ്ലാറ്റ് റൂഫ് ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ട്രസ്ഡ് റൂഫോ വുഡൻ റൂഫോ അല്ലെങ്കിൽ തെങ്ങിൻ്റെ റൂഫോ എന്ത് റൂഫ് വെച്ച് ഡിസൈൻ ചെയ്താലും അവിടെ എയർ ഗ്യാപ്പ് ഉണ്ടാവും. അതാണ് പണ്ടത്തെ വീടിനൊക്കെ നമ്മൾ തട്ടുമ്പുറ എന്തിനാ അവിടെ കുറേ ജനലുണ്ടാവുമല്ലോ, എന്തിനാ ജനല്? ഈ തട്ടുമ്പുറന്ന് ക്രോസ് വെന്റിലേഷൻ നടക്കും, നമുക്ക് ചൂട് താഴോട്ട് വരില്ല. പണ്ടുള്ള ആളുകൾ താമസിക്കുന്ന നമ്മൾ വിചാരിച്ചിട്ടുണ്ട്, പണ്ടത്തെ ആൾക്കാർ എന്ത് പൊട്ടന്മാരാ, വീട്ടിലൊക്കെ ഇത്രയും മരം കയറ്റും, പക്ഷെ ഒരു ചെറിയ ജനവാതിലേ വെക്കുള്ളൂ. ഇവർക്ക് വേറെ പണിയില്ലേ, പൊട്ടന്മാരാ കാരണവന്മാർ എന്നൊക്കെ പല ബുദ്ധിമാന്മാർ ഇപ്പോൾ അവകാശപ്പെടും. പക്ഷെ അവരത്ര വിവരം നമുക്കില്ല എന്നുള്ളതാണ് അത് തിരിച്ചറിയുന്നത്. ആ കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിച്ചവരാണത്. കാരണം അന്ന് ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാതിരി ഒരു വിശാലമായ ഏരിയ അല്ല. രാത്രികളിൽ സൂര്യൻ അസ്തമിച്ച അത്താഴം കഴിഞ്ഞ് കിടന്നുറങ്ങാനുള്ള സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് അവർക്ക് ചെറിയൊരു സ്ഥലം മതി, അതിനൊരു ജാലകം മതി. അപ്പൊ ആ ചെറിയ ജാലകത്തിൽ എന്താ ഗുണം വെച്ചാൽ, നമുക്കിപ്പോൾ കൈക്കൊരു മുറിവേറ്റ് നമ്മൾ ഒരിക്കലും വായ തുറന്ന് ഹാ എന്നാണ് ഊതൂല, ചുണ്ട് കൂർപ്പിച്ചിട്ടേ ഊതുള്ളൂ. ചുണ്ട് കൂർപ്പിച്ച് ഊതുമ്പോൾ തണുത്ത കാറ്റ് ഈ മുറിവായിലേക്ക് വരും. അപ്പൊ നമുക്ക് ഒരു സമാധാനം കിട്ടും. വായ തുറന്നു ഊതിയാൽ ചൂടുള്ള കാറ്റ് വരും. അപ്പൊ അതേമാതിരി ഈ ചെറിയ ജാലകങ്ങളുടെ തണുത്ത കാറ്റ് കയറി വരും. പുറത്ത് എത്ര ചൂടുണ്ടെങ്കിലും ആ ചെറിയ ആ ജാലകങ്ങളെ സ്റ്റേ ഉണ്ടാവും. അതായത് ഗ്രില്ല് മരം വെച്ചിട്ടുണ്ടാവും. ആ മരം ഇങ്ങനെ ഒരു സ്ക്വയർ തിരിച്ചു വെച്ചമാതിരി ഉണ്ടാവും. അപ്പൊ അതിലൂടെ കാറ്റ് ഇങ്ങനെ കടന്നു വരും. അപ്പൊ ആ ജാലകത്തിന്റെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഭയങ്കര കാറ്റായിരിക്കും. ഇപ്പോഴും അവശേഷിക്കുന്ന തറവാടുകളിലൊക്കെ നമ്മളവിടെ പോയി എന്നാൽ ശരിക്കും അത് മനസ്സിലാവും. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്, പഴയ വീട്ടിൽ തീരെ ചൂടില്ല. കാരണം മുകളിൽ മരമാണ്, തട്ടുമ്പോറുണ്ട്, ചെറിയ ജാലകങ്ങൾ തണുത്ത കാറ്റ് വരുന്നു. ഏറ്റവും ആൾക്കാർ വിചാരിക്കുന്നത് വിഡിത്തം എന്ന് വെച്ചാൽ വലിയ ജാലകങ്ങൾ വെച്ചാൽ ഒരുപാട് കാറ്റ് വരുന്ന, അല്ലെങ്കിൽ ഒരുപാട് വെളിച്ചം വരുന്ന. എത്ര വെളിച്ചം വരുന്നോ അത്രയും ചൂടകത്തേക്ക് വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഊട്ടിയിൽ നിറയെ ഗ്ലാസ് ബിൽഡിങ്ങുകളായിരിക്കും പണ്ട് ഇംഗ്ലീഷുകാരുണ്ടായി. അപ്പോൾ നമ്മൾ യൂറോപ്പിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഗ്ലാസിന് നല്ല പ്രോമിനൻസ് കൊടുക്കും. കാരണം വളരെ തണുപ്പാണ്, അവശേഷിക്കുന്ന ചൂടിനെ അകത്തേക്ക് എത്തിക്കണം. അപ്പോൾ ഊട്ടി പോലത്തെ പ്രദേശങ്ങളിലും അവശേഷിക്കുന്ന ചൂടിനെ അകത്തേക്ക് എത്തിക്കണം. അപ്പോൾ അവർ മാക്സിമം ഗ്ലാസ് കൊടുക്കും. കേരളത്തെ പോലത്തെ പ്രദേശങ്ങളിൽ ഗ്ലാസ് മാക്സിമം അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ആ ചൂടിനെ ആഗിരണം ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഇന്ന് കൂടുതൽ വീടിനെ ചൂടുണ്ടാക്കുന്നത്. ഇപ്പോൾ ജാലകങ്ങൾ, ഉത്തരമുള്ള 4 പൊളിയുള്ള ജാലകങ്ങൾ ഒരു വീട്ടിലും ആരും തുറക്കില്ല, പെയിന്റർമാർ മാത്രമേ തുറക്കുള്ളൂ. പണ്ടങ്ങനെയല്ല, 4 പൊളിയുള്ള ജാലകങ്ങളായിരിക്കും, മുകളിൽ 2 പൊളി, താഴെ 2 പൊളി. മുകളിൽ 2 പൊളി തുറന്നിട്ടാൽ വീട് കൂളായി. ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ പറയും ഭയങ്കര ചൂടാണ്. ഈ ചൂട് നൂറ്റാണ്ടുകളായിട്ട് കേരളത്തിലുള്ളതാണ്. ഇതൊക്കെ അതിജീവിച്ച ഒരു ജനത കടന്നു വന്നത് ആ കാലഘട്ടത്തിനും കാലാവസ്ഥയ്ക്കും അനുസരിച്ചുള്ള അവരുടെ വീടുകളും വാസസ്ഥലങ്ങളും തയ്യാറാക്കിക്കൊണ്ടാണ്. അപ്പോൾ ചെറിയ ജാലകങ്ങൾ കൂടുതൽ വീട്ടിലേക്ക് തണുപ്പ് കൊണ്ടുവരികയും എയർ പാസേജ് ഉള്ള ഗ്യാപ്പുള്ള റൂഫുകൾ വീടിനെ തണുപ്പിക്കുകയും ചെയ്യുന്നുള്ളതാണ് പൂർവികരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയുള്ള ഒരു പ്രധാന പാഠം. ഇപ്പോഴത്തെ കാലത്ത് പല ടെറസ് വീടുകളിലും നമ്മൾ കാണാറുണ്ട്, ടെറസിന്റെ തൊട്ട് മുകളില് വെറുതെ ഓട് അങ്ങ് പതിക്കും. ഓടിന്റെ ഒരു ഗുണം എന്താ വെച്ചാല്, ഓട് മണ്ണാണ്. അതെ, മണ്ണ് നമ്മൾ ഒരു മൺചട്ടി നിങ്ങൾ മീനുണ്ടാക്കിയിട്ട് ഇറക്കി വെച്ചാൽ അപ്പ തണുക്കും. അതെ, ഈ പറയുന്ന സ്ലാബിന്റെ മുകളിൽ മണ്ണിന്റെ പ്രതലമുള്ള ഓടിരിക്കുകയാണ്. ആ ഓട് ചൂടാകുന്ന സമയത്ത് ചൂട് മുഴുവൻ ഈ കോൺക്രീറ്റ് പിടിച്ചെടുക്കും. കോൺക്രീറ്റ് ചൂടായിട്ടുണ്ടാവും. പിന്നെ ഓട് വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു എയർ ഗ്യാപ്പിൽ ഓട് ചൂടാവാതെ ഓട്ടയർ ഒഴിഞ്ഞു പോകും. തട്ടുമ്പുറങ്ങൾ അതിന് വേണ്ടി ഉണ്ടാക്കി. തട്ടുമ്പുറം വരുന്നത് നമുക്ക് വേസ്റ്റ് സാധനം കൊണ്ടുവരാൻ ചെയ്തതല്ല, കൃത്യമായ എയർ സർക്കുലേഷൻ വേണ്ടിയിട്ടും വീടിനെ തണുപ്പിക്കാനും വേണ്ടി പൂർവികർ കണ്ടുപിടിച്ച ഒരു പ്രധാന
ഘടകമാണത്. അപ്പൊ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഈ താങ്കളുടെ ഈ ഒരു കോൺസെപ്റ്റിനോട് യോജിച്ചു വരുന്നുണ്ടോ? ധാരാളം ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പഴയ വീട് റിനോവേറ്റ് ചെയ്യാൻ ആളുകൾ തയ്യാറാവുന്നുണ്ട്. കാരണം പണ്ടൊക്കെ ഒരു നല്ല ഭംഗിയുള്ള തറവാടുകൾ പലതും പൊളിച്ചു മാറ്റപ്പെട്ടു, പലതും വിവരമില്ലാത്ത ആൾക്കാർ റിനോവേറ്റ് ചെയ്ത് നശിപ്പിച്ചു. ഇപ്പം എന്താ ഉണ്ടായിരുന്നത്, പണ്ടത്തെ വലിയ തറവാടുകൾ, വലിയ വരാന്ത, അടുക്കള, ഒരു 25 കൊല്ലം മുന്നേ 20 കൊല്ലം മുന്നേ റിനോവേറ്റ് ചെയ്യാൻ ഒരുത്തം വരും. അതൊരു കോൺട്രാക്ടറോ എഞ്ചിനീയറോ ആരും ആവാം. അയാൾ വന്ന ആദ്യത്തെ പണി എന്ന് വെച്ചാൽ ആ വീടിനെ നശിപ്പിക്കാനുള്ളത്. അതിൻ്റെ ഇറ മുഴുവൻ പൊളിച്ചു കളയും, ഇറ മുഴുവൻ അഴിച്ചു മാറ്റി ഇതങ്ങനെ സി ഷേപ്പിൽ വാർക്കും, വാർത്ത് പാരപ്പറ്റ് കിട്ടും. അതിൻ്റെ ഉള്ളിൽ ആ പാവം തള്ളപ്പര ഞെരുങ്ങിപ്പോയി ഉണ്ടാവും, പാക്ക കടിച്ച്. അതിൻ്റെ ലെവലും ഡിഫറൻ്റ് ആയിരിക്കും. അത് 8 അടിയിലാണെങ്കിൽ ഇതൊരു 10 അടിയിലായിരിക്കും. അവസാനം ഈ ഓപ്പൺ ടെറസിൽ വെള്ളം വീണിട്ട് ആ വീടിനെ അതിങ്ങനെ ജീർണിപ്പിക്കും. ഈ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ അന്ന് എന്തായിരുന്നു വെച്ചാൽ ഒരു കോൺക്രീറ്റ് കഷ്ണം സ്ലാബ് വീടിൻ്റെ മുന്നിലുണ്ടായ പൈസക്കാരായിരുന്ന ആൾക്കാർക്ക് ഒരു ധാരണ. അപ്പോൾ ഓടിട്ട് വീട്ടുകാരൻ്റെ ഒരു കോംപ്ലക്സാണ്, ഇത് ഓടാണ് ഇതൊക്കെ ഒന്ന് വാർപ്പാക്കണം. ഇനിയിപ്പോൾ വാർപ്പാക്കാനൊന്നും കഴിയില്ല, അപ്പോൾ ഫ്രണ്ടൊന്ന് വാർക്കാച്ചു തൽക്കാലം ഒരു ഭംഗിക്ക്. അങ്ങനെ ആ താൽക്കാലിക ഭംഗി ഈ വീട് സി ഷേപ്പിൽ കൊണ്ട് വാർക്കും. എന്നിട്ട് അതിന് പാരപ്പറ്റും കിട്ടി ജലസേചന പദ്ധതിക്ക് വേണ്ടി 4 പൈപ്പ് ഇടും. അതിൻ്റെ അടിയിലൊരു സൺസൈഡ് ഉണ്ടാവും. സൺഷെയ്ഡ് എന്നാലും പറയില്ല, സൺസൈഡ് എന്ന് പറയും. അപ്പോൾ ഈ സൺസൈഡാണ് വേനൽക്കാലത്ത് കേരളത്തിലെ ഒരുപാട് മലയാളികളെ ഓർത്തോ സെക്ഷനിൽ എത്തിക്കും. അത് ക്ലീൻ ചെയ്യാൻ പോയിട്ട് തലകുത്തനെ വീണിട്ടേ ദിവസവും ഏപ്രിൽ മെയ് മാസങ്ങളിൽ ടെറസിൽ നിന്ന് വീണ് അപകടപ്പെട്ടു. അപ്പോൾ ടെറസിൽ വെറുതെ കയറിയല്ല, ക്രോപ്പ് ഉണക്കാനോ അല്ലെങ്കിൽ കൃഷി സാധനങ്ങൾ സൂക്ഷിക്കാനോ പോയതല്ല. ഈ പറയുന്ന ജലസേചന പദ്ധതി ഓക്കെ ആക്കാൻ വേണ്ടി ഒരു കുറ്റിയിട്ട് കുത്താൻ പോന്നെയാ. ഒരു വടിയെടുത്ത് കുത്താൻ പോകുമ്പോൾ സ്ലിപ്പ് ചെയ്ത് തലടിച്ച് ആള് വീണു. അങ്ങനെ ഇഷ്ടം പോലെ വീടുണ്ട് ഈ ടെറസിന്റെ മുകളിൽ. അപ്പോൾ ഈ ഒരു വീടിനെ അങ്ങനെ ഒരു ഫ്ലാറ്റ് റൂഫാക്കി അടിച്ച് ഇതിന്റെ ഫ്രണ്ടിൽ ഒരു വലിയ ഗ്രില്ല് വെക്കും. അതായത് ചെടിയിൽ നിന്ന് ഇങ്ങനെ റോസ് വിടരുന്ന മാതിരി, അല്ലെങ്കിൽ വലിയ നൃത്തം ചെയ്യുന്ന ഗായികന്റെ, അങ്ങനെയുള്ള പല രീതിയിലുള്ള നൃത്തക്കാരികളൊക്കെ വലിയൊരു ഗ്രില്ല് 2 സൈഡിലും ഉണ്ടാവും. ആ ഗ്രില്ലിന്റെ ഇടയിൽ കൊളാപ്സ് എന്ന് പറയുന്ന ഒരു വാതിൽ സിസ്റ്റം ഉണ്ട്. കൊളാപ്സ് വാതിൽ, കൊളാപ്സ് ഡോർ. ആ കൊളാപ്സ് പറഞ്ഞാൽ ഇത് കൊളാപ്സാ. ഇതൊരിക്കലും പൂർണ്ണമായി തുറക്കപ്പെട്ടത് ലോകചരിത്രത്തിൽ രേഖപ്പെടുത്തിയില്ല. ഇത് മുഴുവനായിട്ട് ആരും നേരെ തുറന്നില്ല. ഇത് തുറക്കണേ പിന്നെ വീട്ടിലെ ഒരാൾ ജിം അയക്കണം, തുറക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഇടുക. അപ്പോൾ ഈ വീട്ടിൽ ഈ കൊളാപ്സും ഇട്ട് ഗ്രില്ലും ഇട്ട് ആ വീട്ടുകാരൊക്കെ ഒരു മൃഗശാലയുള്ള ആൾക്കാരായിട്ടുണ്ടാവും. അങ്ങനെ നശിക്കപ്പെട്ട പിന്നെ വീട് പൊളിച്ച് മാറ്റുക, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ജീർണിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പൊളിച്ച് മാറ്റപ്പെട്ട ഒരുപാട് വീടുകൾ കേരളത്തിൽ അങ്ങോളം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അത്തരം വീടുകൾ അവശേഷിക്കുന്നുണ്ട്, അടുത്ത തലമുറയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ. അതേസമയം പൊളിച്ച് മാറ്റപ്പെടാത്ത ഇഷ്ടം പോലെ മനകളും ഇല്ലങ്ങളും തറവാടുകളും ഈ പറയുന്ന യാതൊരു റിനോവേഷൻ വർക്കും ചെയ്യാതെ അസലായി നിലനിൽക്കുന്ന വീടുകൾ ഇപ്പോഴും നമ്മളെ കാഴ്ചപ്പാടിൽ കാണാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് റിനോവേഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഐഡിയലായി ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഒരു നിർമ്മാണ രീതിയാണ്. അത് കൃത്യമായി അറിയുന്ന ആളുകൾ കൃത്യമായി ചെയ്യണം. ടൈൽസ് ഉപയോഗിച്ചിട്ടുള്ള ഇപ്പോൾ നമ്മുടെ നിലം ടൈൽസ് ആണല്ലോ. അപ്പൊ പല വീടുകളിൽ ഇതുപോലെ ഒരു തുള്ളി വെള്ളം വീണ് കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് സ്ലിപ്പ് ചെയ്ത് പോകും. അതെ. എന്താ വെച്ചാൽ ഈ ഇപ്പം നമ്മൾ പറയില്ല, കേരളത്തിലെ ഏറ്റവും കൂടുതൽ റോഡ് ആക്സിഡന്റ് ആണ്, സെക്കൻഡ് ഫ്ലോർ ആക്സിഡന്റ്. ഏത് വീട്ടിൽ പോയാലും ഒരാൾ ബാത്റൂമിലും ഉണ്ടാവും, അല്ലെ അടുക്കളയിലും ഉണ്ടാവും, വരാന്തയിലും ഉണ്ടാവും, ബെഡ്റൂമിലും ഉണ്ടാവും. എവിടെ ആളുകൾ വീഴുക. അപ്പോൾ അതിൽ നമുക്ക് റസ്റ്റിക് ടൈലുകൾ ഉപയോഗിക്കാം, കുറച്ച് റഫായിട്ടുള്ള വളരെ കംഫർട്ട് ഗ്രിപ്പ് കിട്ടാൻ. അപ്പോൾ അത്തരം ടൈലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ആക്സിഡന്റിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ബാത്റൂമിൽ ഇതേമാതിരി ഗ്ലേസ്ഡ് ആയിട്ടുള്ള ടൈൽ ഇടുക, വലിയ ബാത്റൂമിൽ ഉണ്ടാക്കുക. അപ്പോഴൊക്കെ ആക്സിഡന്റ് സാധ്യത കൂടുകയാണ്, അപകട സാധ്യത കൂടുകയാണ്. ഇതൊക്കെ ഈ മാർബിള്, മാർബോണൈറ്റ്, ഗ്രാനൈറ്റ് ഇതൊക്കെ തന്നെ ഈർപ്പത്തിനെ വലിച്ചിടും, ഈർപ്പത്തിന്റെ കണ്ടന്റ് മുകളിൽ കൊണ്ടുവരും. ഇതൊക്കെ രാജസ്ഥാനിലും അറേബ്യയിലൊക്കെ നല്ലതാണ്, കാരണം ഹോട്ടായിട്ടുള്ള ഏരിയയിൽ നല്ലതാണ്. നമ്മളെപ്പോലെ 6 മാസം ഈർപ്പം തങ്ങിയിരിക്കുന്ന ഒരു ഭൂമിയിൽ ഇത്തരത്തിലുള്ള മെറ്റീരിയൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതിന് ഏറ്റവും നല്ലത് സെറാമിക് ഹാർഡ് ബോഡിയാണ് ഏറ്റവും നല്ലത്. റസ്റ്റിക് സെറാമിക് ഹാർഡ് ബോഡിയുള്ള ധാരാളം ടൈലുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഉപയോഗിക്കാൻ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇനി നമുക്ക് കുടുംബത്തിലേക്കൊക്കെ കടന്നു വരാം. താങ്കളുടെ ഹോബി എന്താണ്? എൻ്റെ ഹോബി പറഞ്ഞാൽ യാത്ര ചെയ്യാനുള്ള, നിരന്തരം യാത്ര ചെയ്യുക, വിദേശത്തും സ്വദേശത്തൊക്കെ നടക്കുക. ജോലിപരമായിട്ടാണ്? ജോലി ആയിട്ടുമ്പോൾ ജോലി ആയിട്ടുമ്പോൾ നമ്മൾ ധാരാളം നേർക്കാഴ്ചകളാണല്ലോ. ബിൽഡിങ്സ് ഒക്കെ പറയുന്നത് നമ്മളൊരു ഫോട്ടോ കാണുന്ന ചിത്രമല്ല, അതിൻ്റെ ഡീറ്റെയിൽ ആണ് നമുക്ക് അതിൻ്റെ അനുഭവം ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോകുന്ന സമയത്ത് അവർ അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കെട്ടിടങ്ങൾ എങ്ങനെയാണ് നിർമ്മിച്ചത്, അതിൻ്റെ കെട്ടിട നിർമ്മാണത്തിൽ അവർ ടെക്നോളജി എന്താണ്, ഇതൊക്കെ ഒരു ചിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ബിൽഡിംഗ് കയറി മറിയുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ആ യാത്രയിൽ കൂടെ ഷെയർ ചെയ്യുക. ഒരു ആർട്ടിസ്റ്റ് ആണ് താങ്കൾ അല്ലേ? ഞാനിപ്പോൾ ആദ്യം തന്നെ ചിത്രം വരയ്ക്കായിരുന്നു, വീട്ടിലൊക്കെ കുറേ ചിത്രങ്ങൾ വരയ്ക്കായിരുന്നു. അപ്പോൾ ഈ മയക്കുമരുന്നിനും മദ്യത്തിനൊക്കെ എതിരെ ധാരാളം ചിത്ര പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്നും മദ്യപിക്കാറില്ല. ആ ഒരു മെസ്സേജ് വെച്ചുകൊണ്ട് ഒരുപാട് പെയിന്റിങ് എക്സിബിഷൻസ് കേരളത്തിൽ അങ്ങോളം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം ഒരു പ്രദർശനം ചെയ്തു. പിന്നെ OV വിജയൻ്റെ ധർമ്മപുരാണം എന്ന നോവൽ കംപ്ലീറ്റ് പെയിന്റിങ്സ് ആക്കി മാറ്റി. ആ പെയിന്റിങ്സ് അത് കേരളത്തിൽ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ എൻ്റെ ബിലാത്തികുളത്തിൽ ആർട്ട് ഗാലറിയിൽ 365 ദിവസവും പ്രദർശിപ്പിച്ചുകൊണ്ടിട്ടുണ്ട്. സ്ക്രാച്ച് പെയിന്റിംഗ് എന്ന് പറഞ്ഞ ഒരു മീഡിയത്തിലാണ് അത്. അതെങ്ങനെ ആരെങ്കിലും ഒരു ട്രെയിനിങ് തന്നിരുന്നോ? ട്രെയിനിങ് ഒന്നുമില്ല, എനിക്കൊരു പച്ചക്കറി പിടി ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ഇരുന്ന് വെറുതെ അങ്ങനെ പച്ചക്കറി, എനിക്ക് ആദ്യം പച്ചക്കറി കച്ചവടം എനിക്ക്.
തുടക്കത്തിൽ നമ്മൾ ഉദരനൃത്തം വേഷം എന്ന് പറഞ്ഞ പോലെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ കോളേജിൽ നിന്ന് പോകാൻ പറ്റുമല്ലോ, ഒരു കാര്യമില്ലല്ലോ, പഠിക്കാൻ ഇഷ്ടമല്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ ആർട്ടിസ്റ്റാണ്. അപ്പൊ ഒരു പച്ചക്കറി പീടിക തുടങ്ങി. പച്ചക്കറി പീടികയിൽ കച്ചവടം. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ ഇഷ്ടംപോലെ സമയം ഉണ്ടായി. എപ്പോഴൊന്നും പച്ചക്കറി ആൾ വരില്ലല്ലോ. അപ്പൊ അവിടുന്ന് ചിത്രം വരയ്ക്കും. അങ്ങനെയാണ് സ്ക്രാച്ച് പെയിന്റിങ് അവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്തത്. പിന്നെ അത് പെയിന്റിങ്സ് ആക്കി ധർമ്മപുരാണം ചെയ്തു. അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. ഈ പച്ചക്കറി കച്ചവടം കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ജോലി ചെയ്താൽ? പച്ചക്കറി കച്ചവടം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ആർക്കിടെക്ട്സിനൊക്കെ പല ടൈപ്പ് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന പണി. അത് ഗ്ലാസ് പെയിന്റിങ്, ഡിസൈൻസ്, ആർക്കിടെക്ചറൽ മോട്ടീവ്സ്, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. ഇതൊന്നും ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല? ഒന്നും പഠിപ്പിച്ചു തന്നില്ല. എനിക്കിപ്പോഴും ഒന്നും പഠിക്കാൻ ഇഷ്ടമല്ല. ഞാൻ ഡ്രൈവ് ചെയ്യില്ല, പിന്നെ ഒരു സാധനം പഠിക്കില്ല, കണക്ക് കൂട്ടാൻ അറിയില്ല. ഒന്ന് കണക്കൊന്നും കാൽക്കുലേറ്ററിൽ കൂട്ടാൻ പറ്റില്ല. പക്ഷെ കണക്ക് കൂട്ടാൻ അറിയാത്ത ഒരാള് കണക്കുകളുടെ ലോകത്താണ്. കണക്കുകളുടെ ലോകത്താണ്. അതെ, കണക്ക് കണ്ണിലാണ്. ഇങ്ങനെ നോക്കി പറയാൻ പറ്റും. അത്ര ഫുട്ടാണ്, ഇത് ഇത്ര ഇഞ്ചാണ്, അടി മൊന്തന്നൊക്കെ കണ്ണിൽ പറയാൻ പറ്റും. പക്ഷേ അളവ്, മെഷർമെന്റ്, ഡ്രോയിങ് ഒന്നും പറ്റില്ല. ഞാനിപ്പോൾ ആർക്കിടെക്ചർ രംഗത്ത് ഇപ്പോൾ കുറേ സ്റ്റുഡൻസ് ഒക്കെ പല ആർക്കിടെക്ചർ കോളേജിൽ നിന്ന് എൻ്റെ അടുത്ത് വരും. കാരണം അവർക്ക് ഞാൻ ഇപ്പോൾ അവർക്ക് പഠിക്കാനുള്ളൊരു സ്പീഷീസ് ആണ്. കാരണം ആർക്കിടെക്ചർ പഠിക്കാതെ ആർക്കിടെക്ചർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെന്നുള്ളത് ഇന്റേൺഷിപ്പിന് ഒരുപാട് കുട്ടികൾ പല ഭാഗത്തുനിന്നും വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര രസമാണ്. ഞാൻ നോക്കി പറയുന്നതൊക്കെ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരാളെന്ന് പറയുന്നത് ഞാൻ നോക്കി പറയും. അപ്പം ആ രീതിയിലാണ് എൻ്റെ ഒരു പ്രാക്ടീസിങ്. ഭാര്യ ഇന്റീരിയർ ഡിസൈനറാണ്, സവിത ജയൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യാണ്. മക്കള് ഗൗരി, കൃഷ്ണനുണ്ണി. അവർ കൃഷ്ണനുണ്ണി BM UP സ്കൂളിൽ ബിലാത്തികുളം. എൻ്റെ അച്ഛനും അച്ഛമ്മി ഞാനും പഠിച്ച ഒരു BM UP സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളുണ്ട് ബിലാത്തികുളത്ത്. ആ സ്കൂളാണ് പഠിക്കുന്നത്. 2ാം ക്ലാസ്സിലാണ്. മോള് സെന്റ് മൈക്കിൾസിലാണ്. മോൻ നന്നായി വരയ്ക്കും, മോൻ നന്നായി പഠിക്കുന്നുണ്ട്. ഞാനോട് പറഞ്ഞത് പഠിക്കേണ്ട, വരച്ചോ എന്നാണ്. അയാളെപ്പോഴും നന്നായി വീടൊക്കെ വരയ്ക്കും, നന്നായിട്ട് ആളുകളെ വരയ്ക്കും, കാർട്ടൂൺസ് വരയ്ക്കും. എപ്പോഴും വരച്ചുകൊണ്ടിരിക്കലാണ് ഇഷ്ടം. താങ്കളുടെ ഗാലറിയിൽ വന്നപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് ഈ ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ടുവരിക, അതവിടെ പല രീതിയിൽ മാറ്റുക. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അധികം നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ, പലപ്പോഴും പലരും വലിച്ചെറിയപ്പെടുന്ന സാധനങ്ങളിൽ നിന്നാണ് നമ്മളൊരു പുതിയ സാധനം ഉണ്ടാക്കുക. അതൊരു ആർക്കിടെക്ചർ ഫോമാക്കി മാറ്റാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ വെന്റിലേറ്ററുള്ള ജനല് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ തല കുത്തണം വെച്ചാൽ അത് കേരള സ്റ്റൈലായി. നേരെ വെന്റിലേറ്റർ മുകളിലേക്ക് വെച്ചാൽ അത് ഇംഗ്ലീഷ് സ്റ്റൈൽ പോയി. അപ്പോൾ ഒരു സാധനത്തിനെ തിരിച്ചു മറിച്ചു നോക്കാം. ഡിസൈൻ അൺലിമിറ്റഡ് ആണല്ലോ, എന്തും ഡിസൈനായി മാറും. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ എന്ത് സാധനങ്ങൾ കിട്ടിയാലും കളക്ട് ചെയ്യുക, അത് ആളുകൾക്ക് കാണാവുന്ന രീതിയിൽ എക്സിബിറ്റ് ചെയ്യുക, അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഒരുപാട് ഈ പിന്നെ ഫെറോസിമെന്റിലൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ അതൊക്കെ പല രീതിയിൽ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് മരത്തിനെ വെല്ലുന്ന രീതിയിൽ കാണാം. പക്ഷെ അതിന്റെ വില വളരെ തുച്ഛമായിട്ട്, ചിലപ്പോൾ 100 രൂപ 200 രൂപയ്ക്കൊക്കെയാണ്. അപ്പൊ എന്താ പറയുക, ഈ ആളുകൾക്ക്, എല്ലാ ആളുകളും ഫണ്ട്, അപ്പൊ ഡിസൈൻ അൺലിമിറ്റഡ് ആണ്, ഫണ്ട് ലിമിറ്റഡ് ആണ്. അപ്പൊ ആ ഫണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ സാധനങ്ങൾ അവൈലബിൾ ആവണം. അവർക്കും അത് ഇഷ്ടം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റണം. ഇപ്പോൾ മരത്തിൻ്റെ വലിയൊരു കൊത്തുപണി ചെയ്യാൻ 10,000 രൂപ ആണെങ്കിൽ ഫെറോസിമെൻ്റ് ഒരു കൊത്തുപണി ഞങ്ങൾക്ക് 200 രൂപ മതി. അത് വീട്ടിലൊട്ടിച്ചാലും മരത്തിലൊട്ടിച്ചാലും മരത്തിൻ്റെ പെയിന്റ് അടിച്ചാലും ഒരേ മരത്തിനെ. മറ്റേ ചെതൽ പിടിക്കില്ല, മരമാണ് ചെതൽ പിടിക്കും. സാധാരണക്കാരന് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഡിസൈനുകൾ ഉണ്ടാക്കുക, അതാണ് ഒരു മെയിൻ കോൺസെപ്റ്റ്. പിന്നെ എങ്ങനെ പാട്ടൊക്കെ ഇഷ്ടമാണോ? സ്ഥിരമായിട്ട് എൻ്റെ ഓഫീസിൽ പാട്ടുണ്ടാവും. പാട്ടില്ലാതെ ഞാൻ ഒരു മിനിറ്റ് ഇരിക്കില്ല. എനിക്ക് പഴയ പാട്ടുകൾ, വയലാറിൻ്റെയും അതുപോലെ ബിച്ചു തിരുമൻ്റെയും ചെറിയ എല്ലാ പാട്ടും എനിക്ക് ഇഷ്ടമാണ്. ഹിന്ദി, എല്ലാ പാട്ടും, ന്യൂ ജനറേഷൻ പാട്ട് പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് കിട്ടാൻ ഞാൻ വർക്ക് ചെയ്യുള്ളൂ, പാട്ട് കേട്ടിട്ടേ ഇരിക്കുള്ളൂ. എൻ്റെ ഓഫീസിൽ എപ്പോഴും പാട്ടുണ്ടാവും. ഞാൻ അവിടെ എത്തുന്ന അവിടെ പാട്ട് വെച്ചിരിക്കും. താങ്കളുടെ ഓഫീസിൽ ഒരു ചില സമയത്ത് ഒരു മോട്ടർ ഇട്ടിട്ട് മഴ പെയ്ക്കുന്ന ഒരു പരിപാടി, അതൊരു PVC പൈപ്പ് വേറെ തുളയിട്ടതാണ്. PVC പൈപ്പ് വേറെ തുളയ്ക്ക്, അതിന് കുറേ ഹോൾസ് ഇട്ടിട്ട് ഒരു half HP മോട്ടർ വെച്ച് അടിച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു റിയലിസ്റ്റിക് മഴ നമുക്ക് വെള്ളം ഒരു ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ റീസൈക്കിൾ ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഒരു മഴേൻ്റെ എഫക്റ്റ് നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റും. ഒറിജിനൽ മഴ വരുമ്പോൾ അത് ഓഫാക്കും ചെയ്യാം. അപ്പോൾ മഴ, വെള്ളത്തിൻ്റെ ശബ്ദമൊക്കെ ഭയങ്കര മനോഹരമാണല്ലോ, ഒരു ഫീലുള്ള സാധനമാണ്. വെള്ളം വീഴുന്ന വെച്ചാൽ വെള്ളം കാണുന്നതിനെക്കാട്ടും ഭംഗിയാണ്. അപ്പോൾ ശബ്ദങ്ങളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള വെള്ളത്തിൻ്റെ റീസൈക്ലിംഗ് ആണ് മെത്തേഡ്. എല്ലാ സാധനങ്ങളും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാം. താങ്കളുടെ സ്വപ്നം? ഡ്രീം എന്ന് പറയുന്നത് എൻ്റെ പുഴേൻ്റെ കരയിലുള്ള വില്ലേജാണ്. അതിൻ്റെ പേര് ആർട്ടിസ്റ്റ് ഹൗസ് എന്നാണ്. ആ ആർട്ടിസ്റ്റ് ഹൗസിൽ നമ്മൾ ലോകത്തുള്ള എല്ലാ ആർക്കിടെക്ചറിൻ്റെയും എല്ലാം കിട്ടാവുന്നത്ര എലമെൻറ്റുകളും മെസ്സേജുകളും വിഷ്വൽ മീഡിയയിലൂടെയും ഒരു തിയേറ്ററൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്, ആളുകളെ കാണിക്കാനും. പിന്നെ ആളുകൾക്ക് ഒരു വീടുണ്ടാക്കുന്ന ആൾക്ക് വന്നാൽ ഒരു മിനിമം ഐഡിയ അവിടെ നിന്ന് കിട്ടണം. അത് ഞാൻ അയാളെ വീടുണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. അയാൾക്ക് ഇന്ന ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി. അയാൾ ആരെക്കൊണ്ട് വീടുണ്ടായിച്ചോട്ടെ. പക്ഷേ ആ ഉണ്ടാക്കാൻ പോകുന്ന ആളെടുത്ത് ഇയാൾക്ക് കുറേ ഐഡിയ ഉണ്ടെന്ന് അയാൾക്ക് ബോധ്യപ്പെടണം. അപ്പോൾ ഇയാൾ പറയുന്ന ലെവലിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. മറ്റല്ല, അയാളെ ഐഡിയ ചെയ്യും. അത് കൊളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ കുറ്റം പറയും. ആത്യന്തിക നഷ്ടം വീടുണ്ടാക്കുന്നതിന് മാത്രം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വീടുണ്ടാക്കുന്ന ആളുകൾക്കും ഈ ആർക്കിടെക്ചർ സ്റ്റുഡൻസിനും ആർട്ടും സംഗീതവും കലയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർക്കും കൂടിയിരിക്കാനുള്ള പൊതു സ്ഥലമായി ഒരു ആർക്കിടെക്ചറൽ വില്ലേജ്, ആർട്ടിസ്റ്റ് ഹൗസ് എന്നാണ് അതിൻ്റെ പേര്. അത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ല ഞാനിങ്ങനെ പല സ്ഥലത്തും കളക്ട് ചെയ്ത സാധനങ്ങളും ഒക്കെ വെച്ച് ഇപ്പോൾ ഒരു 60% 70% ആയിട്ടുണ്ട്. അതൊരു ജനുവരി ഒക്കെ ആകുമ്പോൾ ഇപ്പോൾ ഓൾറെഡി ഫംഗ്ഷൻ നടന്നുണ്ട്. അവിടെ മീറ്റിങ്ങിൽ അവിടെയാണ്, ഡിസ്കഷനൊക്കെ അവിടെ
അവിടെയാണ്. ധാരാളം ആളുകൾ പല ഭാഗത്തും കാണാൻ വരുന്നുണ്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പൊളിച്ചെടുത്ത ബിൽഡിങ്ങുകളെ ശേഷിപ്പുകൾ എന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന അത്തരം കെട്ടിടങ്ങൾ ആളുകൾക്ക് വലിയ ആവേശം ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ധാരണകൾ നമുക്ക് തിരുത്താൻ പറ്റും. എൻ്റെ ഈ ലൈഫിലെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ 100-400 വീടുകൾ ഞാൻ പൊളിക്കാതെ നിർത്തിയുള്ളതാണ്. പഴയ വീടുകൾ ആളുകൾ പൊളിക്കാൻ വരുമ്പോൾ ഞാൻ അവരോട് പൊളിക്കാതെ അധികം പൈസ ചെലവഴിപ്പിക്കാതെ അവരോട് ഗൈഡൻസ് കൊടുത്തിട്ട് അത് അവരെ കൊണ്ട് തന്നെ മാറ്റി നിർമ്മിച്ച് നിലനിർത്തിച്ചു. പിന്നെ പല വീടുകളും പൊളിച്ച് മാറ്റപ്പെടാതെ നമുക്ക് അതിൻ്റെ ഒരു ഇടനിലക്കാരനായി നിൽക്കാൻ പറ്റി. പൊളിച്ച് മാറ്റപ്പെട്ട സാധനങ്ങൾ എടുത്തിട്ട് പുതിയ വീടുകൾ നിർമ്മിക്കാൻ റീസൈക്കിൾ ചെയ്യാൻ പറ്റും. കേരളത്തിൽ 100-400 വീടുകൾ പൊളിക്കാതെ നിർത്താൻ പറ്റിയുള്ളതാണ് എൻ്റെ ഈ ലൈഫിലെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. ഞാൻ ചെയ്തൊന്നും എനിക്ക് വലിയ കാര്യം തോന്നില്ല. കാരണം പൊളിക്കാതെ നിർത്താൻ പറ്റിയ വലിയ കാര്യം തോന്നി. ഭക്ഷണം ഏതാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം? എന്ത് കിട്ടിയാലും കഴിക്കും. ഇങ്ങോട്ട് കഴിക്കാതെ എന്ത് കിട്ടിയാലും കഴിക്കാനുള്ള ഭക്ഷണം ഇഷ്ടമാണ്. എല്ലാ ഭക്ഷണം കഴിക്കും. അപ്പോൾ ഒരു പ്രാർത്ഥന എന്താ വെച്ചാൽ അഹംഭാവം വരരുതെന്ന് മാത്രമേ ഉള്ളൂ. ഒരാൾ പറയരുത് അഹംഭാവിയാണ്, വലിയ ആളാണ്, അങ്ങനെ പറയരുത്. ആകെത്ര 5 അടി ആയിട്ടുള്ളൂ, വലിയ ആളാന്ന് ഒരിക്കലും പറയില്ലല്ലോ. അങ്ങനെ അഹംഭാവം ഉണ്ടാവരുത്, അത്ര മാത്രമേ നമ്മുടെ പ്രാർത്ഥനയുള്ളൂ. ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചതിന് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. വാസ്തുശില്പിയായ ജയൻ ബിലാത്തിക്കുളവുമായി സി കൃഷ്ണകുമാർ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. കേരളീയ വാസ്തുശില്പകലയിൽ പ്രശസ്തനായ കോഴിക്കോട് ബിലാത്തിക്കുളത്തുള്ള ജയനുമായി സി കൃഷ്ണകുമാർ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. കയ്യൊപ്പ്.